ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ പറ്റി ആവർത്തിച്ചു പറയും, എന്റെ പൊന്നു മോളാണ് ഫാത്തിമ. എന്റെ പ്രിയമുള്ള ഉമ്മമാര് പഠിക്കുക, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ കാണുമ്പോ അൽഹംദുലില്ലാഹ് ലോകത്തിന്റെ രാജകുമാരൻ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. പൊന്നുമകളോടുള്ള സ്നേഹം കൊണ്ട് മകള് കടന്നു വരുന്നത് കണ്ടുപോയാ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ സമക്ഷത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടന്നു പോവുകയാ. റസൂലുള്ളാഹിയാണ് വരുന്നത് എന്നറിഞ്ഞ ആ മുസ്തഫ നബി തങ്ങളുടെ സമക്ഷത്തിലേക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും ഓടിപ്പോവുകയാ. അത്രത്തോളം സ്നേഹത്തോടെ സന്തോഷത്തോടെ പൊന്നുമകളെ വളർത്തിക്കൊണ്ട് വരികയാ. അല്ലാഹുവേ, ചുരുക്കി പറയട്ടെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കല്യാണം മുതലാ നമ്മൾ ആരംഭിക്കുന്നത്. ഇന്നിവിടെ കണ്ടുപോയ പേക്കൂത്തിന്റെ പിന്നാമ്പറങ്ങളിലൂടെ കടന്നു പോവുകയല്ല. അൽഹംദുലില്ലാഹ്, അൽ ഫലാഹിന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടികൾ സംഘാടകര് അവര് മാതൃകയാ നമ്മുടെ മുമ്പിലേക്കൊന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തേ ചെയ്തെന്നറിയോ? ഒരുപാട് കോടീശ്വരന്മാര് കടന്നു വന്നിട്ട് പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പ്രിയപ്പെട്ട പൊന്നുമകളെ വിവാഹം കഴിച്ചു കൊടുത്ത് ആർക്കെന്നറിയോ? അല്ലാ ദിവസങ്ങൾ കടന്നു പോയിട്ട് ഒട്ടകത്തിന് പുല്ല് വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന, അതിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് ജീവിച്ചു പോകുന്ന അലിയിൽ കറമഹുല്ലാഹ്, ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനാണ് എന്തേ അലിയാദങ്ങൾക്കുള്ളത്? കോടിക്കണക്കാന സമ്പത്താണോ? ഒരുപാട് ലക്ഷങ്ങൾ വാരിക്കൊടുക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണോ? അതല്ല ഒരുപാട് ഈത്തപ്പന തോട്ടങ്ങൾ ഉള്ളത് കൊണ്ടാണോ? അല്ല, പിന്നെന്തേ അലിയാദങ്ങൾക്കുള്ളത്? അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്കുള്ളത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ തത്വസംഹിതകളാ ജീവിതത്തിൽ കൊണ്ടുവരിക. ദീനിന്റെ ഏതൊരു കാര്യം ശബ്ദകൊണ്ട് അലിയിനോട് ചോദിച്ചാൽ അല്ലാഹുവേ എത്ര സന്തോഷത്തോടെയാണത് പറയുന്നത് എന്നറിയോ? ഒന്നും കണ്ടിട്ടില്ല. കോടിക്കണക്കാന സമ്പത്തുണ്ടെന്ന് വിചാരിച്ചിട്ടുമല്ല. ഞാൻ ഒരുപാട് ചുരുക്കിയിട്ടാ പറയാം, വിശദീകരിക്കാനുള്ള സമയം നമ്മുടെ മുന്നിൽ ഒറ്റ ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞ ഇൻഷാ അല്ലാഹ് പറഞ്ഞ് നമുക്ക് പൂർത്തിയാക്കണം. കോടിക്കണക്കാന സമ്പത്ത് അവിടെ നിന്ന് ഇപ്പൊ നോക്കിയിട്ടില്ല. അവിടെ നിന്ന് നോക്കിയിട്ടുള്ള അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മരുമകനിക്ക് അവിടെ നിന്ന് കണ്ട ഒരു യോഗ്യത, അത് ഇൽമാണ് അല്ലേ? അള്ളാഹിനെ കുറിച്ചുള്ള ഭയഭക്തിയാണ്. അതുകൊണ്ടല്ലേ ഒരാള് കടന്നു വന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, അലിയേ, ഞാൻ സുന്ദരമായ ഒരു വീട് ഞാൻ പണിതിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അലിയാര് തങ്ങളെ ആ ഒരു വീട്ടിന്റെ മുമ്പിൽ തൂക്കിയിടാൻ പറ്റുന്ന ഒരു കവിത, നിങ്ങളാൽ കഴിയുന്ന ഒരു കവിതയും എഴുതാവോ? ആ ഒരു സമയത്ത് അലിയാർ നിങ്ങൾ പേനയെടുത്ത് പേപ്പർ എടുത്തിട്ട് അവിടെ എഴുതിയത് ലദാറലിൽ മർഇ ബഅദൽ മൗതി യസ്കുനുഹാ ഇല്ലല്ലതി വഹിയ ഖബ്ലൽ മൗതി ബനീഹാ വഇൻ ബനാഹാ ബിഖൈരിൻ താബ മസ്കനുഹു വഇൻ ബനാഹാ ബിശറിൻ ഖാബ ബനീഹാ. അല്ലാഹുവേ, ഇൽമിന്റെ പ്രഭയുള്ള അലിയാദങ്ങളാണ്. ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞത്, അലിയേ, ആര് കണ്ടാലും ഒന്ന് നോക്കി പോകുന്ന സുന്ദരമായ ഒരു വീട് ഞാൻ പണിതിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ആ വീട്ടിന്റെ മുമ്പിൽ സന്തോഷിക്കാ ഒരു കവിത എന്ന് പറയുമ്പോ അവിടെ എഴുതി കൊടുക്കുകയാ, പൊന്നുമകനെ, ലദാറലിൽ മർഇ ബഅദൽ മൗതി യസ്കുനുഹാ, മരണത്തിന് ശേഷം നിനക്ക് ജീവിക്കാ ഒരു വീടില്ലല്ലോ, ഇല്ലല്ലതി വഹിയ ഖബ്ലൽ മൗതി ബനീഹാ. ഇവിടെ ആഡംബരത്തിന്റെ പിന്നാമ്പരങ്ങളിലൂടെ അല്ലാഹുവേ അപ്പുറത്തൊരു വീട് വെച്ചാൽ ഇതിനെ മത്സരിച്ചു കൊണ്ടൊരു വീട് വെക്കുകയാണ്, സന്തോഷത്തോടെ കടന്നുകൂടുകയാ. അതിനെ കടം മറിച്ചാലും പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദുനിയാവിന്റെ വീടിന് വേണ്ടി നെട്ടോട്ടമോടുമ്പോ അലിയാർ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഓ ചെറുപ്പക്കാരാ,
ഒരു വീടല്ല മോനെ. മരണത്തിന് ശേഷം ജീവിക്കാൻ നിനക്കൊരു വീടില്ലല്ലോ. അതുകൊണ്ട് മരണത്തിന് എന്തോ ഒരു അർത്ഥമുള്ളൊരു കവിത എന്നറിയോ? ഇതൊക്കെ ഈ ഒരു കാരണങ്ങളെ കൊണ്ടാണ് അലിയാർ തങ്ങൾക്ക് തന്നെ അവിടെ നിക്കാഹ് ചെയ്തു കൊടുത്തത്. അവിടെ ഒന്ന് പറയാൻ, മോനെ മരണത്തിന് ശേഷം ജീവിക്കാൻ നിനക്കൊരു വീടില്ല. ഇവിടെ വെച്ചുകൊണ്ട് നീ പണിതിട്ടുള്ള വീട് അത് നന്മയുടെ വീടാണെങ്കിൽ സന്തോഷത്തിന്റെ വീടാണെന്നുണ്ടെങ്കിൽ നിനക്ക് അവിടെ സന്തോഷിക്കാം. ഇവിടെ വെച്ചുകൊണ്ട് നീ ചെയ്തിട്ടുള്ള വീടുകൾ തിന്മയുടെ വീടാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നവരുണ്ടാകും. എന്താണ് ചങ്ങായി നീ അതിന്റെ പിന്നാലെ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അവരെ പിന്തിരിപ്പിക്കുന്ന കൂട്ടത്തിലാ നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ നിനക്ക് നാളത്തേക്ക് നല്ലൊരു വീടില്ല. ഇങ്ങനെ സുന്ദരമായ കവിത അവിടെ എഴുതി കൊടുക്കുമ്പോ അവിടെ ഒന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, അലിയേ എനിക്ക് ഈ ഒരു വീട് വേണ്ട, എനിക്ക് ഈ ഒരു വീട് വേണ്ട, എനിക്ക് ഈ ഒരു കൊട്ടാരം വേണ്ട, ഈ ഒരു സന്തോഷം എനിക്ക് വേണ്ട എന്നവിടെന്ന് പറഞ്ഞിട്ട് വീട് പോലും വലിച്ചെറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇത്രയും ഇൽമിന്റെ പാരമ്പര്യവും പാണ്ഡിത്യവുമുള്ള അലിയാർ തങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് അവിടെ സെലക്ട് ചെയ്യാൻ അവിടെ ഒന്നും മകള് പറഞ്ഞിട്ടില്ല, ഉപ്പ ഇത്രത്തോളം കാണാൻ കൊള്ളാത്ത ഒരു മനുഷ്യനെ. ഇവിടെ നമുക്ക് ഒരുപാട് പാഠമുണ്ട്. ഇത്രത്തോളം നമുക്ക് കാണാൻ കൊള്ളാത്ത ഒരു മനുഷ്യനെ എനിക്ക് വേണ്ടെന്നല്ല, എനിക്ക് വേണ്ടെന്നല്ല. അവിടെ നിന്ന് പറഞ്ഞു, ഉപ്പാ നിങ്ങൾ പറഞ്ഞു പോയാ അൽഹംദുലില്ലാഹ്, അതിനെ മാറ്റിവെക്കാൻ ഫാത്തിമ അവിടെ നിന്ന് തയ്യാറല്ല. എന്റെ ഉപ്പയുടെ സന്തോഷമാണ് എനിക്ക് സന്തോഷമെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, ഇന്നതാ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നുകൂടുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതാ 16 കൊല്ലവും 17 കൊല്ലവും പ്രിയപ്പെട്ട പുന്നാര ഉപ്പ നിന്നെ പോറ്റി വളർത്തിയിട്ട് സന്തോഷത്തോടെ +1 വരെ +2 വരെ ബികോം വരെ ബിടെക് വരെ നിന്നെ പഠിപ്പിക്കുകയാണ്. എന്തിനെന്നറിയോ? പുന്നാര മകള് വളർന്നു വരുമല്ലോ. ആ പൊന്നുമകള് വളർന്നു വരുമ്പോ ആ പൊന്നുമകൾക്കുള്ള വിദ്യാഭ്യാസം എന്തെന്ന് ചോദിക്കുമ്പോ ഇന്നതുപോലെ എന്റെ പൊന്നുമകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയാലോ. ആ ഒരു സന്തോഷത്തോടുകൂടി പ്രിയപ്പെട്ട പൊന്നുമകളെ വളർത്തിക്കൊണ്ട് വരുമ്പോ ഇതിവിടെ വെച്ചുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുമ്പോൾ എന്റെ പൊന്നുമോളെ, എന്തിനാണ് ഇങ്ങനത്തെ ഒരു വിഷയം പറയുന്നു എന്ന് പറഞ്ഞിട്ട് കളിയാക്കാനല്ല. ഇന്നതാ എത്രയോ പ്രിയപ്പെട്ട ഉമ്മാന്റെ കണ്ണുകളെ നിറയുകയാ. എത്രയോ സ്ഥലങ്ങളില് പ്രിയപ്പെട്ട ബാപ്പിച്ചാന്റെ മനസ്സ് പൊട്ടി തകർന്നു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്നിവിടെ കടന്നിരിക്കുന്ന എന്റെ പൊന്നുമോള് പഠിക്കുവാനാണ്. 16 കൊല്ലം പഠിപ്പിച്ച ഉപ്പ, 17 കൊല്ലം നിനക്ക് സ്നേഹം തന്ന ഉപ്പ, ആ പ്രിയപ്പെട്ട പുന്നാര ഉപ്പ അവിടെ നിന്ന് ഒരു ആലോചന കൊണ്ടുവരുമ്പോ, ഉപ്പ എനിക്കത് കഴിയൂല. എത്രയോ ദിവസങ്ങളായി 7ാം ക്ലാസ് മുതൽ തുടങ്ങിയിട്ടുള്ള പ്രേമമാണ്. ഇന്നേ വരേക്കത് പൊളിഞ്ഞു പോയിട്ടില്ല. ഇന്നും അവനും ഞാനും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയുമ്പോ എന്റെ പൊന്നുമോളെ, നിന്റെ ഉപ്പാന്റെ മനസ്സെത്രയാ പിടഞ്ഞു പോവുക, നിന്റെ ഉപ്പാന്റെ കൽബെത്രയാ പൊട്ടിപ്പോവുക. നീ പോലും അറിയാതെ പാതിരാത്രിയില് റൂമിന്റെ ഉള്ളിൽ വന്നിരുന്നു കൊണ്ട് കരയുന്ന ഉപ്പയുണ്ടല്ലോ, കരയുന്ന ഉമ്മയുണ്ടല്ലോ. അല്ലാഹുവേ, അവർ കുറക്കം വരാതെ വീട്ടിന്റെ ഉള്ളിലിരുന്നിട്ട് അവർ നിസ്കരിച്ചു കൊണ്ട് ദ്വാരക്കുകയാണ്. എന്തിനു വേണ്ടി എന്നറിയോ? അല്ലാ, ഇത്രത്തോളം വളർത്തി എന്റെ പൊന്നുമകള് മറ്റൊരുത്തന്റെ കൈ പിടിച്ചുകൊണ്ട് കടന്നു പോകുന്നെന്നറിയുമ്പോ അല്ലാഹുവേ, സഹിക്കാൻ കഴിയൂലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നവരുമ്മ എന്റെ പൊന്നുമോളെ ഈ സദസ്സിൽ ഇല്ലാതിരിക്കൂല, ഈ സദസ്സിൽ ഇല്ലാതിരിക്കൂല. അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ പറഞ്ഞു പോവുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി പറഞ്ഞു, മോളെ നിന്റെ ഭർത്താവായി വരനായിട്ട് പുതുമാരനായിട്ട് കണ്ടുപിടിച്ചത് അലിയാർ തങ്ങളെയോ.
അല്ലാഹുവേ, അലിയാർ തങ്ങൾ ഈ ഒരു വാർത്തറിഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞു പോയല്ലോ. അല്ലാഹുവേ, ഫാത്തിമ ബീവി ലോകസുന്ദരിയാണ്, ഫാത്തിമ ബീവി ലോകസുന്ദരിയാണ്. ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന പെണ്ണാണല്ലോ. അങ്ങനത്തെ ഒരു പെണ്ണിന് എന്റെ മുകളിലാണോ അള്ളാഹുവിന്റെ റസൂൽ തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അലിയാർ തങ്ങൾ പോലും മനസ്സ് പൊട്ടിയിട്ട് അവിടെ നിന്ന് കരഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മോളെ, ഇന്നിവിടെ ഇരിക്കുന്ന ഒരുമ്മാന്റെ മനസ്സ് പൊട്ടുന്ന ഒരു വാക്ക് എന്റെ പൊന്നുമോളെ നമ്മൾ നിന്ന് വരാൻ പാടില്ല. അല്ലാഹുവേ, സ്നേഹം തന്ന ഉപ്പാന്റെ കണ്ണുനീര് വീഴ്ത്തിയാൽ, സ്നേഹം തന്ന ഉമ്മാന്റെ കണ്ണുനീര് വീഴ്ത്തിയാൽ, അല്ലാ നൈമശീക സുഖാഡംബരത്തിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും 10-20 ദിവസം നീ കറങ്ങിയിട്ടെന്ന് തിരിച്ചു വരുമ്പോ അല്ലാഹുവേ, പിന്നെയാ ചിന്തിച്ചു പോകുന്നത് എന്റെ ഉപ്പ കൊണ്ടുവന്ന ആലോചന എത്രയോ സന്തോഷമാണ്. ആ ഉപ്പ വളർത്തിയിട്ടുള്ളതിന് പകരമെങ്കിലോ എന്റെ ഉപ്പാന്റെ വാക്കൊന്ന് കേട്ടിരുന്നെങ്കിലോ, ഉപ്പാന്റെ വാക്കൊന്ന് കേട്ടിരുന്നെങ്കിലോ. പൊന്നുമോളെ, അങ്ങനെ ഏതെങ്കിലും ഒരു തന്നെ കൈപിടിച്ചുകൊണ്ട് കടന്നു പോകുന്ന പ്രവണതയിലാണ് അല്ലാഹുവേ കടന്നു പോകുന്നതെങ്കിലോ നിനക്ക് സ്വർഗം നഷ്ടമായല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു പോയത്, നിന്റെ ഉപ്പാന്റെ ബാപ്പാന്റെ പൊരുത്തമില്ലെങ്കിലോ നിന്റെ ളുഹർ അല്ലാഹുവിന് വേണ്ടെന്നാണല്ലോ. നിന്റെ ഒരു വഖത്ത് പോലും പടച്ച റബ്ബിന് വേണ്ടെന്ന് പറയുമ്പോ, മാതാവും പിതാവും നിന്ന് എഴുതി തള്ളുമ്പോ പിന്നെ എത്ര നീ കരഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് മുസല്ല വിരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാരന്നാലു മോളെ, വല്ലാഹി വല്ലാ അല്ലാഹു നിന്റെ ഒരു ഇബാദത്ത് സ്വീകരിക്കൂല. പടച്ചവൻ നിന്റെ കണ്ണുനീര് കാണൂല, പടച്ചവൻ നിന്നെ ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് ഉപ്പ നല്ലതുപോലെ പഠിക്കണം പൊന്നുമോളെ, പഠിക്കണം പൊന്നുമോനെ, പഠിക്കണം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ നിക്കാഹ് അവിടുന്ന് തുടങ്ങുകയാണ്. ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന, നമുക്ക് പഠിക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. ലോകത്തിന്റെ രാജകുമാരി സയ്യിദത്തുൻ നിസാ ബീവി ഫാത്തിമ. ഉറക്കെ പറയ്, ബീവി ഫാത്തിമ. പോരാ, അഴകുള്ള ഫാത്തിമ, അരിമപ്പു ഫാത്തിമ, അല്ലാന്റെ ദൂതരെ പൂമോളു ഫാത്തിമ, അലിയാർ തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ, അഴകുള്ള ഫാത്തിമ, അരിമപ്പു ഫാത്തിമ, അല്ലാന്റെ ദൂതരെ പൂമോളു ഫാത്തിമ, അലിയാർ തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ. ലോകത്തിന്റെ രാജകുമാരന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ സയ്യിദത്തുൻ നിസാ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അവിടെ നിക്കാഹ് നടക്കാൻ ആഡംബരമില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, അൽ ഫലാഹിന്റെ സംഘാടകർ ഇവിടെ ഇതുപോലത്തെ ഒരു പരിപാടി വെച്ചിട്ടുണ്ടല്ലോ. ആ നമ്മൾ കാണാനാണ്. ഒരു നന്മ ഒരാൾ ചെയ്യുമ്പോ ആ ഒരു നന്മ നമ്മൾ അത് കണ്ടാൽ മറ്റൊരാളും കൂടെ അതിലേക്ക് വരുമെന്നറിഞ്ഞാൽ അതിനവിടെ പരസ്യമാക്കണമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതൊരു നന്മയാണ്, അതൊരു നന്മയാണ്. അതുകൊണ്ടാണ് അവരിതുപോലത്തെ പരിപാടി പഠിച്ചോണ്ട് വെക്കണത് ഇല്ലേ. പക്ഷെ അന്ന് വളരെ ലളിതമായി എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ കല്യാണം അതാണ്. സയ്യിദത്തുൻ നിസാ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ നിക്കാഹ്. എന്നാൽ അവിടെ വല്ലാത്തൊരു ആഡംബരമില്ല, ആർത്തനാളങ്ങളില്ല. വളരെ സിമ്പിളായി ലളിതമായി അള്ളാന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളം നിക്കാഹ് അവിടെ വെച്ചുകൊണ്ട് കഴിഞ്ഞല്ലോ. പിന്നീട് ആളുകളെയൊക്കെ വിളിച്ചിട്ട് ചെറിയൊരു ഇതിന്റെ ഇടയിൽ ഒരുപാട് നല്ല രസകരമായിട്ടുള്ള ഓരോരുത്തർ വന്നിട്ട് പറയണ കഥകളൊക്കെ ഉണ്ട്, വിശദീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് സന്തോഷകരമായിട്ട് കഴിഞ്ഞുപോയി. എന്നാൽ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരൽപ്പം, ഒരു ചെറിയൊരു ഹദിയ പോലും ഒന്നുമില്ലാതെ നിക്കാഹ് അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പോലും അരിയാർ തങ്ങൾ കൊണ്ടതാ മറ്റൊരാൾക്ക് വേണ്ടി ഹദിയ ചെയ്തെങ്കിലോ അല്ലാഹുവേ, ഇവിടെ ഇരിക്കുന്ന ഓരോ ഉപ്പാക്ക് ഓരോ ഉമ്മാക്ക് അതൊരു പാഠമാണ്.
പറയാണ്, അല്ലാ എത്രയോ പ്രിയപ്പെട്ട പൊന്നുമക്കളെ നിക്കാഹൊന്ന് കഴിഞ്ഞുകൂടുമ്പോ 230-40 പവന്റെ പണ്ടമിട്ടുകൊണ്ട് പ്രിയപ്പെട്ട പൊന്നുമകള് ഒരു ചരിക്കുന്ന ജുവല്ലറിയായി പറഞ്ഞു വിടുമ്പോ അൽഹംദുലില്ലാഹ് അൽ ഫലാഹിന്റെ പ്രിയപ്പെട്ട സംഘാടകര് ഇതുപോലെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോ അതിനാവേശം കൊടുത്തോ പ്രിയപ്പെട്ട ബാപ്പമാരെ. അല്ലാഹുവേ, എത്രയോ സ്ഥലങ്ങളിൽ പ്രിയപ്പെട്ട മക്കൾക്ക് വാരിക്കോരി സമ്പാദ്യം കൊടുത്തിട്ട് പോലും ഈ തൊട്ടടുത്ത് പോലും കണ്ടുപോയതാ പ്രിയപ്പെട്ട പൊന്നുമകൾക്ക് വേണ്ടിയിട്ട് വാപ്പ കോടിക്കണക്കാന സമ്പത്ത് കൊടുത്ത് ബെൻസിന്റെ കാറ് കൊടുത്തു. അവിടന്ന് പൊന്നുമകളുടെ ശരീരങ്ങൾ മുഴുവനും അണിയാനുള്ള സ്വർണങ്ങൾ മുഴുവനും വാരിക്കോരി കൊടുക്കുമ്പോ അതും തികഞ്ഞില്ല എന്ന് പറഞ്ഞ് പുതുമാരൻ പ്രിയപ്പെട്ട പൊന്നുമകള് കൊന്നൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, എത്രയോ വീട്ടിന്റെ ഉള്ളറയില് പ്രിയപ്പെട്ട പൊന്നുമകളെ നിക്കാഹൊന്ന് കടന്നു വരുമ്പോ ഇത് പറയുമ്പോഴെന്നോട് വെറുപ്പ് വെക്കാനല്ല, എന്നോട് ദേഷ്യം വെക്കാനല്ല, എന്നോട് പിണക്കം വെക്കാനല്ല, അൽ ഫലാഹിന്റെ പ്രിയപ്പെട്ടവരെന്തിനാ ഇങ്ങനെ പറയിപ്പിച്ചെന്നല്ല. വല്ലാഹി വല്ലാ, അവരിങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പഠിക്കാൻ പറയാട്. അവിടെ 50-60 പവന്റെ പണ്ടമിട്ടുകൊണ്ട് അതാ നമ്മുടെ പൊന്നുമക്കള് ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ ചെന്നുകൊണ്ടൊരു കാണിക്കയായിട്ടിരിക്കുമ്പോ അല്ലാഹുവേ, നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള പാവപ്പെട്ട പൊന്നുമോള് ഒരു സ്വർണമോതിരെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിലോ എന്റെ കയ്യിലൊന്ന് ധരിക്കാമായിരുന്നു അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് വിഷമത്തോടെ പൊട്ടിക്കരയുമ്പോ അൽഹംദുലില്ലാഹ്, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരെത്രയോ ഭാഗ്യമുള്ളവരാ. നിങ്ങൾ കൊടുക്കുന്ന ഓരോ നാണയത്തുട്ടുകൊണ്ട് സാധുവായ ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞല്ലോ. അൽഹംദുലില്ലാഹ്, അടുത്ത പ്രാവശ്യം 2 എന്റെ പ്രിയപ്പെട്ടവരെ. ആ ഒരാവേശത്തോടെ കടന്നു പോവുക. കല്യാണം അവിടെ നിന്ന് 10 പേര് അറിയിക്കണ്ടെന്നല്ല ധാരിമി അവിടെ നിന്ന് പറയുന്നത്. അല്ലാഹുവേ അറിയിപ്പിച്ചോ, അല്ലാഹുവേ സന്തോഷമാണ്. അതിനോടൊപ്പം തന്നെ പടച്ചറപ്പേ, ലക്ഷക്കണക്കാന രൂപകൾ ഞാൻ അവിടെ നിന്ന് വലിച്ചെറിയുകയാണ്. അതിന്റെ ഒരു അംശം ഞാൻ മാറ്റിവെച്ച ഏതെങ്കിലും ഒരു പാവപ്പെട്ട പൊന്നുമോക്കൊന്ന് കൊടുക്കാൻ പറ്റുമല്ലോ. എന്നാൽ ഏറ്റവും വലിയ കല്യാണം നടത്താനുള്ളതാരതാ? ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ നിക്കാഹാണ്. ഇതിൽ നിങ്ങൾ സൗണ്ട് തരണേ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ നിക്കാഹിനാണ് ഏറ്റവും കൂടുതൽ വലിയ കല്യാണം നടക്കേണ്ടുന്നത്. അവിടെ അത് ലളിതമായി. എന്നിട്ടോ അലിയാർ തങ്ങൾക്ക് ആരോ കൊടുത്തൊരു ചെറിയൊരു സ്വതക്ക കല്യാണത്തിന് സമ്മാനമായി. അതും കൊണ്ട് വീട്ടിലൊന്നും ഉണ്ടായിട്ടില്ല. അതും കൊണ്ട് ചെന്നിട്ട് ഏതോ ഒരു സാധുവിന് കൊടുത്തു. ഇത് വെച്ചോ, ഇന്നെന്റെ കല്യാണത്തിന്റെ ദിവസമാണ്. ഞാൻ ചുരുക്കി പറഞ്ഞു പോകണം. അങ്ങനെ നിക്കാഹം കഴിഞ്ഞു. ഇതിനകത്ത് നമുക്കൊരു പാഠമുണ്ട്. അല്ലാഹുവേ, 100 പവനിട്ട് കെട്ടിക്കാണെന്നുണ്ടെങ്കിൽ അതിനൊരു 10 പവൻ നമ്മൾ മാറ്റി ഒരു കുട്ടിക്ക് നമ്മൾ കൊടുത്താൽ അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, എത്രയോ സന്തോഷമാണ്, എത്രയോ ആനന്ദമാണ്. അതേസമയം നമ്മൾ എത്രയോ രൂപകൾ ആവശ്യത്തിനും അനാവശ്യത്തിനും നമ്മൾ വാരിയെറിയാണ്. ഇവിടൊക്കെ പാഠം ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ പോരാ. സ്വലാത്ത് പോരാ. ഈ വിഷയം പറയുമ്പോൾ സ്വലാത്ത് പോരാ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമകളുടെ നിക്കാഹിനായിരുന്നല്ലോ ഒരുപാട് വലിയ വലിയ കൊട്ടും കുറവൊക്കെ വേണ്ടുന്നത്. ലോകത്തിന്റെ രാജകുമാരന്റെ മകള് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ രാജ്ഞിയല്ലേ. എന്നിട്ട് പോലും അവിടെ ലളിതമായി കഴിച്ചുവെങ്കിൽ ആ ഒരു പാഠം അത്രയും എത്തിയിട്ടില്ലെങ്കിലും അതിന്റെ ഒരു അല്പം നമ്മളിലേക്കൊന്ന് കടന്നു വരണം. എന്നാൽ സന്തോഷമാണല്ലോ. ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് പറഞ്ഞു പോവുകയാണ്. അൽഹംദുലില്ലാഹ്, കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു വന്നിരിക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല വീട്ടിന്റെ ഉള്ളിലിരിക്കുന്നു. പുതുമാരനായ അലിയാർ തങ്ങൾ കടന്നു വരികയാണ്. മധുരിത പൂവല്ലേ നറുനില പൂവഴകല്ലേ പൂനിലാരാവതിലായി
കനിയുമതായി സ്നേഹമേ കനിയുമതായി അലിയാരാ പൂമണിമാരാ ഫാത്തിമ ചാര വരുന്നേ വേദനയോടെ അവരായി കണ്ണുനീരാൽ കരയുന്നേ. അല്ലാഹുവേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നിക്കാഹ് അവിടുന്ന് കഴിയുകയാ. അന്നത്തെ രാത്രി അവിടെ ഇരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരയുകയാണ്. ഇന്നെന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ ഒരു കല്യാണം കഴിഞ്ഞിട്ടാ നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ വരുന്നെങ്കിലോ നൂറുകണക്കാന് സ്വപ്നവികാര വിചാരങ്ങളുടെ പൂനിലാവിലൂടെ ഉല്ലസിച്ചുകൊണ്ട് പറന്നു പോകുമ്പോ ഇതാ ഒരു മണിയറയുടെ ഉള്ളില് തേങ്ങി തേങ്ങി ഒരു കരച്ചിൽ കേൾക്കുകയാണ്. പ്രിയപ്പെട്ട പുതുമാരനായ അലിയാരങ്ങൾ കടന്നു ചെല്ലുകയാ. ചെന്നുകൊണ്ട് ഫാത്തിമാനെ വിളിക്കുന്നു. മോളെ ഫാത്തിമ, എന്തിനാണ് പൊന്നുമോളെ കരയുന്നത്? എന്തേ നിന്റെ മനസ്സിന് വേദന വന്നത്? എന്നോട് പറയോ ഫാത്തിമ. അല്ലാഹുവിന്റെ ഹബീബായ ലോകത്തിന്റെ മുത്തായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോകത്തിന്റെ രാജാവിന്റെ പൊന്നുമകളുടെ പൊന്നുമോളായ നിങ്ങളെ എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് കൊണ്ടാണോ? ഞാൻ കറുത്തവനായത് കൊണ്ടാണോ? അതാ ഞാൻ പിന്നെ എന്റെ കണ്ണെല്ലാം അങ്ങ് ഉള്ളിലേക്ക് താഴ്ന്നു പോയത് കൊണ്ടാണോ? എന്തേ കരഞ്ഞു പോകുന്നത്? മോളെ ക്ഷമിക്കണം ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പ്രിയപ്പെട്ട മണവാളന്റെ വായിൽ വിരൽ വെച്ചുകൊണ്ട് പറയാട്, പറയല്ലേ അലിയേ, നിങ്ങളങ്ങനെ പറഞ്ഞു പോകല്ല. അല്ലാഹുവേ, ഞാൻ ഓർത്തുകൊണ്ട് കരഞ്ഞു പോകുന്നത് നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ പുതുമാരനായിട്ട് എനിക്ക് തന്നത് കൊണ്ടല്ല അലിയേ. പിന്നെന്തിനാ ഞാൻ ഇങ്ങനെ കരയുന്ന എന്നറിയോ? അല്ലാഹുവേ, ഇന്നീ പാതിരാത്രി മണിയറയുടെ ഉള്ളില് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവായ നിങ്ങളുണ്ടല്ലോ, എന്റെ ഭർത്താവായ നിങ്ങളുണ്ടല്ലോ. എനിക്കൊരു വേദന വന്നാ, എനിക്കൊരു വിഷമം വന്നാ, നൊമ്പരം വന്നാൽ നിങ്ങളില്ലേ അലിയേ? നാളെ ആരടി മണ്ണാകുന്ന പച്ചമണ്ണാകുന്ന ഖബറുണ്ടല്ലോ, ആ ഒരു ഖബറിന്റെ ഉള്ളിലേക്ക് ഫാത്തിമാനെ കൊണ്ടുവച്ചാൽ അവിടെ ഒരാള് പോലും ഇല്ലല്ലോ. ആ ഒരു ഖബറിനെ പറ്റി ഓർത്തിട്ടാണ് കരഞ്ഞു പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ചെറുപ്പക്കാരാ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതം എന്ന് പറയുമ്പോ ഇന്ന് ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞു പോയാൽ അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, എണ്ണിയാൽ തീരാത്ത പാഠമല്ലേ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലുള്ളത്. അവിടുന്നത് കേട്ടപാട് അലിയാതങ്ങളുടെ കണ്ണു നിറഞ്ഞു പോവുകയാണ്. അല്ലാഹുവേ, ഇന്നിപ്പോ നമ്മൾ ഓർക്കാറുണ്ടോ? ദുനിയാവിന്റെ പുറത്തുകൂടെ പാശ്ചാത്യന്റെ പച്ച പരിഷ്കാരത്തിന്റെ പരദീസയിലൂടെ പാരി പറന്നുകൊണ്ട് കടന്നുകൂടുമ്പോ അല്ലാഹുവേ, ആരടി മണ്ണാകുന്ന ഖബറിനെ പറ്റി ഓർക്കാറുണ്ടോ? പോട്ടെ, കല്യാണം കഴിയണ്ട, കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് 60 വയസ്സായല്ലോ, 70 വയസ്സായല്ലോ, 30 വയസ്സായല്ലോ, 40 വയസ്സായല്ലോ. മരിക്കുമെന്നുള്ളൊരു ഓർമ്മ പോലും എന്റെ പ്രിയപ്പെട്ടവര് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ കടന്നു വന്നിട്ടുണ്ടോ? അതുകൊണ്ട് മണിയറയുടെ ഉള്ളിൽ പോലും പോയിരുന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഓർത്തു പോയത് ആരടി മണ്ണാകുന്ന ഖബറിനെ പറ്റിയാ, മരണത്തെ പറ്റിയാണ്. അല്ലാഹുവേ, എത്രയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ വിട പറഞ്ഞല്ലോ. എത്രയോ 60 വയസ്സുള്ളവർ, 70 വയസ്സുള്ളവർ, 30 വയസ്സുള്ളവർ വിട പറഞ്ഞല്ലോ. 5ഉം 6ഉം വയസ്സുള്ള പൊന്നമക്കൾ വിട പറഞ്ഞല്ലോ. ഈ തൊട്ടടുത്ത് പോലും നമ്മൾ വായിച്ചു പോയ തനാ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് പോലും പൊന്നാര മകളെ കാണാതെ പൊട്ടിക്കരഞ്ഞു പോയ ഉമ്മയുണ്ടല്ലോ, പൊന്നുമകളെ കാണാതെ കരഞ്ഞു പോയ പാപ്പയുണ്ടല്ലോ. അല്ലാഹുവേ, ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ നിങ്ങളൊക്കെ കണ്ടതാണ്. അവര് പറയുന്നു, അല്ലാ, എന്റെ
പൊന്നുമോള് മരിച്ചിട്ടില്ലല്ലോ, എന്റെ പൊന്നുമോള് മരിച്ചു പോയിട്ടില്ലല്ലോ, അവള് ജീവിച്ചിരിപ്പുണ്ടെന്ന് പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയോ അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹുവേ ആ പ്രിയപ്പെട്ട പൊന്നുമകളുടെ മയ്യത്ത് കൊണ്ടുവരുന്നത്, പ്രിയപ്പെട്ട ഉപ്പാന്റെ മുമ്പിൽ കൊണ്ടുവെക്കുന്നത്, പ്രിയപ്പെട്ട ഉമ്മാന്റെ മുമ്പിൽ കൊണ്ടുവെക്കുന്നത്. ആ പൊന്നുമകളെ കളിച്ചിട്ട് അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടോ? ആ പൊന്നുമകള് ജീവിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവേ 6 വയസ്സുള്ള 7 വയസ്സുള്ള 4 വയസ്സുള്ള മക്കളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കുമുണ്ടല്ലോ. നിങ്ങൾ നിങ്ങളുടെ മക്കളിലേക്കൊന്ന് കടന്നു പോവുക, നിങ്ങൾ നിങ്ങളുടെ മക്കളിലേക്കൊന്ന് കടന്നു പോവുക. ആ പ്രിയപ്പെട്ട ഉപ്പയോട് ഇന്ന് ചെന്ന് ചോദിച്ചാലും അല്ലാഹുവേ മനസ്സ് പൊട്ടിപ്പോകൂല ചെറുപ്പക്കാരാ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. വീടിന്റെ അടുത്ത് എത്രയോ 6 വയസ്സുള്ള പൊന്നുമോൾ ഇവിടെ പറഞ്ഞിട്ട്, പൊന്നുമോൻ ഇവിടെ പറഞ്ഞിട്ട് എന്തേ നമുക്കൊരു മാറ്റമില്ലാതെ കടന്നുപോയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, 20 വയസ്സുള്ള ചെറുപ്പക്കാർ നിന്റെ തോളിൽ കൈയിട്ട് കൊണ്ട് നടന്നവനാട് ഇന്നതാ നേരം വെളുത്ത് ഖബർസ്ഥാനിന്റെ ഉള്ളിലേക്ക് അവനെ കൊണ്ടുവെക്കുമ്പോ പൊന്നുമോനെ ഓർക്കാറുണ്ടോ? അല്ലാഹുവേ നിസ്കരിച്ചിട്ടില്ലല്ലോ, അല്ലാഹുവേ നോമ്പെടുത്തിട്ടില്ലല്ലോ, അല്ലാഹുവേ സ്വതക്ക ചെയ്തിട്ടില്ലല്ലോ, അല്ലാഹുവേ സക്കാത്ത് കൊടുത്തിട്ടില്ലല്ലോ. ഓർക്കാൻ നമുക്കൊന്ന മനസ്സില്ലാതെ കടന്നു പോകുമ്പോ അതല്ലേ തരാ ഫാത്തിമാന്റെ പ്രിയപ്പെട്ട പുന്നാരവുപ്പ, പ്രിയപ്പെട്ട പുന്നാരവുമ്മ കരഞ്ഞു പോകുന്നത്. പൊന്നുമകളെ കൊണ്ടിച്ചെന്ന് കബറിൽ വെക്കുമ്പോഴും അല്ലാ പാതിരാത്രിയാകുമ്പോ ആ പൊന്നുമകളെ കളിയാണ് മനസ്സിന്റെ ഉള്ളിൽ ഓർമ്മ വരിക, ആ പൊന്നുമകളെ ചിരിയാണ് മനസ്സിന്റെ ഉള്ളിൽ ഓർമ്മ വരിക, ആ പൊന്നുമകളെ വർത്താനമാണ് ആ പ്രിയപ്പെട്ട ഉപ്പാരവുമ്മാന്റെ ഉള്ളിൽ ഓർമ്മ വരിക. അല്ലാഹുവേ ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടുപോയതാണ്. ആ പൊന്നുമകള് മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലായി ലോകത്തിന്റെ രാജകുമാരനെ പറ്റി നല്ലൊരു പാട്ട് പാടിയിട്ട് ആ ഒരു പാട്ട് കണ്ടുപോയവര് അത് കാണാനാവും മാക്കൊന്ന് കഴിയോ, അത് കാണാനാ പ്രിയപ്പെട്ട ഉപ്പ കഴിയോ? അതുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതം പഠിച്ചു. അവിടെ നിന്നതാ മണിയറയുടെ ഉള്ളിൽ ഇരുന്ന് കൊണ്ട് കരഞ്ഞിട്ട് പറയാട്, അലിയേ നിങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് കൊണ്ടല്ല, നിങ്ങൾ കറുത്തവനായത് കൊണ്ടല്ല, നിങ്ങൾ കൂലിപ്പണി ചെയ്യുന്നവനായത് കൊണ്ടല്ല, 6 അടി മണ്ണിനെ പറ്റി ഓർത്തുകൊണ്ടാണ് കരഞ്ഞു പോകുന്നത് എന്ന് പറയുമ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കൊല്ലമായി, 60 വയസ്സായി 70 വയസ്സായി, ഓർമ്മിക്കാൻ നമുക്കൊന്ന സമയമില്ലാതെ പോയല്ലോ. അതുകൊണ്ട് അവിടെ നിന്ന് ഫാത്തിമ ബീവി അവിടെ നിന്ന് പഠിപ്പിക്കാ. അൽഹംദുലില്ലാഹ് എപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ഓർമ്മ വരേണ്ടുന്നത് അത് ഖബറിനെ പറ്റി. അത് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചർച്ചകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിലേക്കൊന്നും അധികം കടന്നു പോകുന്നില്ല. അള്ളാഹു ഈ ദുനിയാവിന്റെ പുറത്തൊന്ന് വിട പറയുമ്പോൾ ഉറക്ക കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. അള്ളാഹു ഉറക്ക കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞില്ലേ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ദുനിയാവിന്റെ പുറത്ത് ഞാനും നിങ്ങൾ ഇങ്ങനെ പോവാണ്, എവിടെങ്കിലും വെച്ച് കാണാം, ഏതെങ്കിലും കോലത്തിൽ വെച്ച് കാണാന്ന് പറഞ്ഞിട്ട് ചിന്തിച്ചൂടെ നമുക്ക്? പടച്ചറബെ കല്യാണം കഴിഞ്ഞിട്ട് കണ്ണൂരല്ലേ ഇപ്പൊ അടുത്ത് നമ്മൾ വായിച്ച്, കല്യാണം കഴിഞ്ഞിട്ടും മണിയറയിലേക്ക് അവിടെ നിന്ന് കടന്നിരുന്ന പ്രിയപ്പെട്ട പുതിയാപ്പിള ഇവിടെ നിന്ന് പുതിയ പെണ്ണ് കടന്നുപോയിട്ട് വിളിച്ചിട്ടും അനങ്ങാതെ ആ അനക്കം പിന്നെ പെട്ടത് ആളുകൾ വന്നിട്ട് മയ്യത്ത് കുളിപ്പിക്കാനെടുത്തപ്പോഴാണ്. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് പടച്ചറബ് നമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ. എപ്പോഴും ദുആരക്കണം. ഏത് സന്ദർഭത്തിലും മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ നമുക്ക് രക്ഷപ്പെടും ഇൻഷാ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും എല്ലാ നൊമ്പരങ്ങളും എല്ലാ കഷ്ടതകളും ക്യാൻസറും അറ്റാക്കും ഇതൊക്കെ മാറാൻ ഞാൻ നിങ്ങൾക്ക് ദിക്ർ പഠിപ്പിച്ചാൽ നിങ്ങളത് ചൊല്ലൂലേ? ഇൻഷാ അല്ലാഹ് പറഞ്ഞിപ്പോ അത് പറയും, ചൊല്ലൂലേ? അള്ളാഹു ചൊല്ലാനുള്ള സൗഭാഗ്യം തരട്ടെ.
ചൊല്ലാമെന്നും ഇൻഷാ അല്ലാഹ് ഞാനിതെൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുമെന്ന് പറയാൻ ആഗ്രഹമുള്ളവർക്കൊന്ന് കൈവയ്ക്കാൻ നോക്കട്ടെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. അല്ലാഹു തആല അതിനുള്ള സൗഭാഗ്യം തരട്ടെ. ഇതാർക്ക് പഠിപ്പിച്ചു കൊടുത്തറിയോ? ലോകത്തിന്റെ രാജകുമാരൻ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത നല്ലൊരു ദുആ. പറയട്ടെ നിങ്ങൾ പറയട്ടെ ഇൻഷാ അല്ലാഹ്. ലോകത്തിന്റെ രാജകുമാരന്റെ പൊന്നുമകള് ബീബി ഫാത്തിമ. എന്തിനാ ഇതിന്റെ ഇടയിൽ ഇത് പറയുന്നറിയോ? ഇപ്പൊ നമ്മൾ പറഞ്ഞത് അപകടങ്ങളെ പറ്റിയാണ്. അറ്റാക്ക് വരാതിരിക്കാൻ, അപകടങ്ങളിൽ പെടാതിരിക്കാൻ, ബ്രെയിൻ ട്യൂമർ പോലത്തെ അസുഖം വന്നിട്ട് വീട്ടിന്റെ ഉള്ളിൽ പൊട്ടിക്കരയാതിരിക്കാൻ, RCCയുടെ ഉള്ളിലേക്കൊന്ന് കടന്നു പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വേദനകളുടെ ലോകമെന്ന്. വേദനകളുടെ ലോകമെന്ന്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ അവിടെ ചെന്ന് കിടക്കാതിരിക്കാൻ. അല്ലാഹുവേ, അങ്ങനത്തെ ഒരു രോഗം ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും നീ കൊടുക്കല്ല പടച്ചവനെ. മനസ്സറിഞ്ഞു പറഞ്ഞോ, അല്ലാഹുവേ ഒരാൾക്കും നീ കൊടുക്കല്ല പടച്ചവനെ, ഒരാൾക്കും നീ കൊടുക്കല്ല പടച്ചവനെ. അതുകൊണ്ടാണ് അവിടെ നിന്ന് ചൊല്ലുന്ന ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തിലേക്ക് ചെന്നിട്ടൊരു വേദനയെ പറ്റി പറയുമ്പോ, ഒരു വിഷമത്തെ പറ്റി പറയുമ്പോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ദിക്ർ, ഒരു ദുആ. അൽഹംദുലില്ലാഹ്. ഇന്ന് മുതൽ പെങ്ങളെ മറന്നു പോകാതെ ചൊല്ലുക. എത്രയോ സഹോദരങ്ങൾ കരഞ്ഞു പോവുകയാണ്. ഈ തൊട്ടടുത്ത് പോലും RCCയിലേക്കൊന്ന് കടന്നു പോകുമ്പോൾ അല്ലാഹുവേ, 26-30 വയസ്സിന്റെ ഉള്ളിലുള്ള സാധുവായ ഷഫീഖ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാർ കടന്നു വന്നിട്ട് അവിടെ നിന്ന് പറയാൻ, ഉസ്താദ് വേദന സഹിക്കാൻ കഴിയുന്നില്ലല്ലോ, വേദന സഹിക്കാൻ കഴിയുന്നില്ലല്ലോ, വല്ലാത്ത വേദനയാ എന്ന് പറഞ്ഞിട്ട് തോറത്തുമുണ്ട് കവിൽ തടത്തുന്ന മാറ്റുമ്പോൾ അല്ലാഹുവേ മനസ്സൊന്ന് പൊട്ടിപ്പോവുകയാണ്. ആ കവിൽ തടത്തിലൂടെ വല്ലാത്ത സ്മെല്ലടിച്ച് വീശുന്നുണ്ട്. അവിടെ ഒരു ദൂരമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. വല്ലാതെ വെപ്രാളപ്പെട്ടുകൊണ്ട് അവന് പറഞ്ഞു പോവുകയാണ്. ഈ തലയൊന്ന് കൊണ്ട് ചെന്നിട്ട് ഏതെങ്കിലും ഒരു വാഹനത്തിന്റെ മുമ്പിൽ കൊണ്ട് ചെന്ന് വെക്കാൻ തോന്നുകയാണ്. ഈ വേദന സഹിക്കാൻ കഴിയില്ല ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോകുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നമുക്കൊരു ഗർഭാശയത്തിന്റെ ഉള്ളിൽ ക്യാൻസർ വരാതിരിക്കാ, ഒരു നമ്പരം വരാതിരിക്കാൻ, വിദേശത്തുള്ള ഭർത്താവിന്റെ ജോലിയൊരു ബറക്കത്ത് ലഭിക്കാ, നാടിൽ കച്ചവടം ചെയ്യുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ കച്ചവടത്തിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പൊന്നുമകളെ വിളിക്കുന്നു. പൊന്നുമോളെ ഫാത്തിമ, നീ ചൊല്ലിക്കോ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഗീസ് അസ്ലിഹ് ലീ شأني كله اللهم لا تكلني إلى نفسي طرفة عين. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാ, പൊന്നുമകളെ, എന്ത് പ്രയാസമാണെങ്കിലും അല്ലാഹു മാറ്റാൻ പോവുകയാണ്. നേരം വെളുക്കുവോളെ കരയുമല്ലോ, അല്ലാഹുവേ ഭർത്താവിന് രോഗമാണ്, എത്ര കരഞ്ഞിട്ടും മാറിയിട്ടില്ല. ഇത് പഠിപ്പിച്ച റസൂലുള്ളയാണല്ലോ. അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ ചൊല്ലുക, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു അല്ലാഹുമ്മ ലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ. ഇന്ന് മുതൽ മുടങ്ങാതെ ചൊല്ലുക, ഇന്ന് മുതൽ മുടങ്ങാതെ ചൊല്ലുക. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ കടങ്ങൾ മാറ്റിത്തരട്ടെ. വിദേശികളായ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര്, മക്കള്, ആ പൊന്നു മക്കളുടെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റാറ്. ഇന്ന് മുതൽ മുടങ്ങാതെ ചൊല്ലിക്കോ. ഇത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് ലോകത്തിന്റെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ദിക്റാണ്. അല്ലാഹു ഇത് ചൊല്ലാനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. നിങ്ങൾ ഇൻഷാ അല്ലാഹ് ചൊല്ലൂലേ?
ഏതായാലും ഇപ്പം നമ്മുടെ ഈ പരിപാടി ഇപ്പം ലൈവ് ഉണ്ട്. അള്ളാഹു അതെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അല്ലമീൻ, എൻ്റെ അടുത്ത സുഹൃത്താണ്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആ ലൈവ് കേട്ടാൽ അതിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നന്നായിട്ട് എഴുതിയെടുക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് എഴുതിയെടുത്തിട്ട് ചൊല്ലൂലേ? അള്ളാഹു ചൊല്ലുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. ഈ സദസ്സ് പിരിയുമ്പോൾ നമ്മളിപ്പോൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഒരു ദിക്ർ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ആ ദിക്ർ ആകാശ ഭൂമി മുഴുവനും നിറഞ്ഞു നിൽക്കും. അതുമാത്രവുമല്ല, ആ ദിക്ർ ഒരൊറ്റവട്ടം ഒരാൾ ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കൾ അവനിക്ക് വേണ്ടി ഒന്നല്ല 70,000 മലക്ക് അവനിക്ക് വേണ്ടി പൊറുക്കലിന് ചോദിക്കും. ഇൻഷാ അല്ലാഹ് സദസ്സ് പിരിയുമ്പോൾ ഞാൻ അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം. ചോദിക്കൂലേ? ഇൻഷാ അല്ലാഹ് അള്ളാഹുവിനുള്ള സൗഭാഗ്യം തരട്ടെ. നമ്മൾ വന്നിട്ട് കുറേ നേരമായി. ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഒരു സെക്കൻഡ് ഒന്ന് എഴുന്നേക്കണം എല്ലാവരും. നമുക്ക് മദീനയിലേക്ക് ഒരു 3 സ്ഥലത്ത് കിട്ടിയ അവസരം എന്ന് പറഞ്ഞിട്ട് മുങ്ങരുത് കേട്ടോ. ഉറക്കെ ചൊല്ലിക്കോളി, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു. ഉറക്കെ ചൊല്ലി. മണിമോത്തേ മദീനയിലാണേ മന്ദാര ചെപ്പിൻ അഴകാണേ സ്വല്ലല്ലാഹു. കരുണക്കാടലേ റസൂലേ കാരുണ്യ പൂവേ ഹബീബേ സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലിം. ഇന്നോട് അല്ലാഹുവേ ഈ സ്വലാത്ത് നമ്മൾ മുഴുവൻ ചൊല്ലിയിരിക്കുകയാണ്. ഇത് നമ്മൾ ചൊല്ലിയത് ഹബീബിന്റെ ചാരത്തേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഉറക്കുന്ന അമ്മി അല്ലാ, നീ ഹബീബിന്റെ ചാരത്ത് എത്തിക്കണേ പടച്ചോനെ. നിങ്ങൾ ഇരുത്തിയിട്ട് ബുദ്ധിമുട്ടിപ്പിക്കില്ല. കറക്റ്റ് 2 മണിക്കൂറാണ് നമുക്ക് നിർത്താൻ ഇൻഷാ അല്ലാഹ്. അപ്പൊ സംഘാടകർ രൂക്ഷ നോട്ടം പടച്ചോനെ പാഹൻ കൊടുക്കും നമ്മളെന്ന്. അള്ളാഹു നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. ഉറക്കം നമീൻ പറഞ്ഞ് നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, അള്ളാഹു നമുക്ക് സന്തോഷം തരട്ടെ. ക്യാൻസർ പോലത്തെ രോഗം പടച്ചറബെ ഞങ്ങൾക്ക് അറിയില്ല. നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടെങ്കിൽ അള്ളാഹുവേ ആ നീ തുടച്ചു മാറ്റണേ റഹ്മാനെ. നമ്മളറിയില്ല. എന്നെ നിങ്ങൾ നോക്കണ്ട, എന്നെ വിട്ടേക്ക്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുക്കളുമുണ്ട്. ഒരാളുടെ ആമീൻ കിട്ടി നമ്മൾ രക്ഷപ്പെട്ടു. പടച്ചറബെ ഞങ്ങൾ അറിയാതെ ഉണ്ടെങ്കിൽ അള്ളാഹ് നീ അതിന് പരിഹാരം തരണം പടച്ചവനെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ലോകത്തിന്റെ രാജകുമാരന്റെ പൊന്നുമകൾ അവിടെ വെച്ചുകൊണ്ട് മണിയറ വെച്ചിട്ട് കരഞ്ഞത് അള്ളാഹു ഇന്നെ അങ്ങോട്ടുള്ള ജീവിതം എങ്ങനെ ഓർത്തിട്ടല്ല, അലിയാരുമൊത്തുള്ള ജീവിതം എങ്ങനെ ഓർത്തിട്ടല്ല അവിടെ നിന്ന് കരഞ്ഞത്. അവിടെ നിന്ന് കരഞ്ഞു പോയത് പടച്ച റബ്ബേ അള്ളാഹുവേ ഇവിടെ എല്ലാരും ഉണ്ടല്ലോ. ആ ഖബറിന്റെ ഉള്ളിൽ ഒരാളുമില്ല. ആരെന്ന് ഓർക്കാം? ഒരാളും ഓർക്കൂല. അതുകൊണ്ടാണ് അവിടുത്തെ പാഠം വലുതാണെന്ന് പറഞ്ഞത്. അല്ലാഹുവേ ഖബർ പോലും നമ്മളോട് വിളിച്ചു പറയുന്ന ഓരോ ദിവസവും വിളിച്ചു പറയുമല്ലോ. എന്താ വിളിച്ചു പറയുന്നത് എന്നറിയോ? ലോകത്തിന്റെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവേ ഖബർ നമ്മളോട് വിളിച്ചു പറയാണ്, യബ്ന ആദം, ആദമിന്റെ മക്കളെ, ഇന്നിവിടെ നിന്നുകൊണ്ട് പ്രഭാഷണം പറയുന്ന ഷമീർ ദാരിമി ഇന്ന് വിളിച്ചതാണ്. ഇന്ന് ക്യാമറ പിടിച്ചുകൊണ്ട് നിൽക്കും നല്ല മീനെ വിളിച്ചതാ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരും നമ്മളെ കൊണ്ടടക്കുന്ന പച്ചമണ്ണ് വിളിക്കുകയാണ്. എന്നിട്ടെന്തേ പറഞ്ഞെന്നറിയോ? തഫിറു മിന്നീ അലാ ലഹരി ഫതുഹസബു ഫീ ബത്നി. എന്റെ വിഷയം ഖബറല്ല, ഫാത്തിമ ബീവിന്റെ ജീവിതം പഠിപ്പിക്കാൻ. ഫാത്തിമ ബീവി ഓർത്തുകൊണ്ട് കരഞ്ഞതും ഖബറാണല്ലോ. എന്തേ നമ്മുടെ മണ്ണ് നമ്മളോട് വിളിച്ചു പറയുന്നത്? ഇന്ന് പ്രഭാഷണത്തിന് വേണ്ടി കടന്നു വന്ന ചെറുപ്പക്കാരാ, നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും ഒത്തുകൊണ്ടാ നീ ഇന്നിവിടെ വന്നത്. നിന്റെ പ്രിയപ്പെട്ട ബാപ്പിച്ചാന്റെ കൈപിടിച്ചുകൊണ്ടാ ഇന്നിവിടെ വന്നത്. നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊത്തുകൊണ്ടാ ഇവിടെ വന്നത്. അല്ലാഹുവേ അന്നന്നിറങ്ങുന്ന സിനിമകൾ ചൂടാറാതെ കാണാ നിങ്ങളുടെ കൂട്ടുകാരെ കൈപിടിച്ചുകൊണ്ടാ കടന്നു പോയത്. എന്നാൽ എന്റെ ചെറുപ്പക്കാരാ, നീ നടന്നു പോകുമ്പോഴും നിന്റെ മണ്ണ് വിളിച്ചു പറയാട്, തഫിറു മിന്നീ അലാ ളുഹരി
എന്റെ പുറത്തുകൂടെ സന്തോഷിച്ചുകൊണ്ട് ചിരിച്ചു കളിച്ചു രമിച്ചു സുഖിച്ച് നീ നടന്നു പോവുകയാണ്. എന്നാൽ ഇന്നിവിടെ ഈ ഒരു സമയത്ത് കടന്നു വന്നിരുന്ന എന്റെ പൊന്നുമോനെ, നാളെ നിന്റെ കിതാബില് ഖബറിന്റെ ഉള്ളിൽ റൗമാൻ എന്ന് പറയുന്ന മലക്കൊന്ന് കടന്നു വന്നിട്ട് ഉക്തുബു അമലക്കെന്ന് പറയുമ്പോ നിന്റെ എല്ലാ അമലുകളും രേഖപ്പെടുത്താൻ പറയുമ്പോ ഇവിടെ കടന്നു വന്ന ചെറുപ്പക്കാരാ, നീ എത്ര ഭാഗ്യവാനാണ് പൊന്നുമോനെ, നീ എത്ര ഭാഗ്യവതിയാണ് പൊന്നുമോളെ. അല്ലാഹു നിങ്ങൾക്ക് തന്ന സൗഭാഗ്യമാണല്ലോ. അവിടെ വെച്ചുകൊണ്ട് അല്ലാഹുവേ, ഇതുപോലെ അൽ ഫലാഹിന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടികൾ പരിപാടി വെച്ചപ്പോ ആ പ്രഭാഷണത്തിന്റെ സദസ്സിൽ പോയിരുന്ന് ഒരുപാട് സ്വലാത്തുകൾ ഞാൻ ചൊല്ലിയല്ല എന്ന് പറയാൻ കഴിയുമല്ലോ ചെറുപ്പക്കാരാ. അവിടെ നദാ വിളിച്ചു പറയാണ്, ദുനിയാവിന്റെ പുറത്ത് നിന്റെ സമ്പത്തുകൾ വൃത്തികേടുകൾക്ക് വേണ്ടി വലിച്ചെറിഞ്ഞ ചോദിക്കാവരാളില്ല. എന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു വന്നാലോ നിന്നെ ചോദ്യം ചെയ്യുമെന്ന് ഖബർ വിളിച്ചു പറയുമ്പോ ഇതൊക്കെ ഫാത്തിമ ബീവിന്റെ മനസ്സിന്റെ ഉള്ളിൽ പിടയുകയാണ്. കഴിഞ്ഞിട്ടില്ല ചെറുപ്പക്കാരാ. തംശീ ഫിൽ ജമാഅത്തി അലാ ലഹരി വസൗഫ തഖഉ വഹീദ ഫീ ബത്നി. ഇവിടെ സന്തോഷം, ഒരുപാട് സന്തോഷത്തോടെ വന്നതാണ്. കൂട്ടുകാരും ഒത്തുകൊണ്ട് ചിരിച്ചിട്ട് ഇവിടെ ഇരുന്നതാണ് മോനെ. എന്നാൽ ഖബറിന്റെ ഉള്ളിൽ തനിച്ചാണ് കടന്നു വരിക. ഇതോർത്തുകൊണ്ട് കരയാ നമുക്കൊന്നും സമയമില്ലല്ലോ. അതുകൊണ്ട് ഖബറിനെ പറ്റി ഓർക്കണമെന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാണ്.